മറ്റേ നമ്മള് കസർ മന്തി, കസർ മാരിബ് കസർ മാരിബ് മന്തി. നല്ലൊരു നാടൻ കറി പോലെ എനിക്ക് പറ്റിയ സ്ഥലം. 3 ബെഡ്റൂമുള്ള വില്ല രണ്ടും വിറ്റ എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം. പോട്ടെ, നമ്മുടെ കൂട്ടുകാരന്റെ അല്ലേ കുമഡിറ്റി എന്നൊക്കെ പറഞ്ഞ നമ്മളെ പറ്റിച്ച്. ഗൈസ്, നമ്മൾ പിന്നാമ്പുറം വഴിയാണ്. ഫ്രണ്ടിൽ കൂടെ വരാൻ സമയമില്ലാത്തതുകൊണ്ട് അതിൽ പിന്നാമ്പുറം. ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു അൽ ഷസാം. എന്റെ കൂടെ സുബിനോളജി. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിന്ന് നൈസായിട്ട് ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കുറെ നാളെ ഞാനും സുബിനും, സത്യമായി ഞാനും സുബിനും കഴിഞ്ഞ ആഴ്ച മീറ്റ് ചെയ്തു. പക്ഷെ നൊമാഡിയനെ കണ്ടിട്ട് കുറെ നാളായി. യാസറിനെ കാണാൻ ഇല്ല, പിന്നെ ഓൺട്രപ്രണറിയൽ ജീവിതത്തിൽ ബിസിയാണ്. ഞങ്ങൾക്ക് ഒരു പണി ഇല്ലാന്ന് വിചാരിക്കരുത്. നമുക്ക് പണിയുണ്ട്, പക്ഷെ അവന്റെ പണി ഭയങ്കര ഹെവിയാ. അവനൊരു 3 ബ്രാഞ്ച് ഓൾറെഡി വരുക. അപ്പൊ അതിന്റെയൊക്കെ വൻ ബിസിയിൽ ആചർക്ക് നടക്കുക. നൊമാഡിയൻ കാർ എടുത്ത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമ്മളിന്ന് വിചാരിച്ച് കുറെ നാളായി മന്തി കഴിച്ചിട്ട് അപ്പൊ ഒരു നല്ല മന്തിക്കടയ്ക്ക് പോവാം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആൻഡ് ഈ മന്തി ബെസ്റ്റ് മന്തി ചെയ്യണോ? ബെസ്റ്റ് മന്തി എങ്ങനെ കഴിക്കും? അതാണ് അത് വെച്ചാൽ ഒരു പോർഷൻ തന്നെ 2-3 പേർക്ക് കഴിക്കാൻ പറ്റും. ഈ ബിരിയാണി എന്നൊക്കെ വെച്ചാൽ ഒരു പോർഷൻ ഒരാൾക്കല്ലേ കഴിക്കാം. നമ്മൾ സ്പെഷ്യലായിട്ട് അകത്ത് കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞാലോ? അങ്ങനത്തെ ഒരു സാധനം ഇല്ല. അപ്പൊ നമ്മുടെ SKP ഓൺ ദ വേ. അത് 2 രീതിയിൽ ചെയ്യണം. ഒന്ന് ഒത്തന്റിക് മന്തിയും ഒന്ന് മലയാളി മന്തിയും. ഈ റയനും യമനി തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ അറേബ്യൻ മജ്ലിസ്, നെഹദി മന്തി, ഇതൊക്കെ ഒരു മലയാളി മന്തി അല്ലേ. നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. അല്ലാതെ രണ്ടുപേരും കൂട്ടി കുഴച്ചാ. ഗൈസ്, SKP ഈസ് ഹിയർ. SKP വന്നിരിക്കുകയാണ്. അപ്പൊ SKP ഉണ്ട്, ഞാനുണ്ട്, നമ്മുടെ പയ്യന്മാരുണ്ട്. മോട്ടോർ ബൈക്ക് റേസിംഗിനൊക്കെ പോയിട്ട് വരുന്ന ജബലലിയില. അത് ശരി, ജബലലിയിലോ? അലൈന അവിടെ ഇവനെ ട്രെയിൻ ചെയ്താണ്. മറ്റേ എന്താ ഈ റിബൻ കേസിനെ ട്രെയിൻ ചെയ്താണല്ലേ, ജിന. അത് ശരി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ. ഭയങ്കര ട്രാഫിക് ആണോ? അവനും യാസർ ഒരുമിച്ചല്ലേ എന്നാണ് അവൻ അങ്ങനെ മെസ്സേജ് ഇട്ടത്. അങ്ങനെയാണ് അവന് യാസർ ഒരുമിച്ചാണ്. അപ്പൊ എന്തായാലും 2 എത്തും. നമുക്ക് എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥലങ്ങൾ ഒന്ന് ആയിരേ ഒന്ന് കറങ്ങാം. നിങ്ങൾക്ക് ഓർമ്മ വരുമല്ലോ. അപ്പൊ നമ്മളൊന്ന് കറങ്ങിയിട്ട് വരാം കേസ്. ബിക്കോസ് 2 സ്ഥലം, ഒരെണ്ണം നമ്മളിപ്പോ ഫിക്സ്ഡ് ആണ്. ഞാൻ ആ മനസ്സിൽ കണ്ട കട നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മള് സുബിൻ പറഞ്ഞ കടയിൽ പോകും. യെസ്. നിങ്ങളെ കാഴ്ചപ്പാടിൽ ഏറ്റവും ബെസ്റ്റ് മന്തി എവിടെയാ? ഞാൻ പറഞ്ഞല്ലോ, ഒരു മുന്നേ ഒക്കെ അത്ര ഓപ്ഷൻസ് ഭയങ്കര കുറഞ്ഞുകൊണ്ട് എന്റെ ഫേവറേറ്റ് തിബ്ബയാണ്. ഞാനൊരു പ്രാവശ്യം നിങ്ങളുടെ ഹനീദ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ റൈസ് പക്ഷെ എനിക്ക് ഇഷ്ടം മദ്ഫൂൻ സദ്ദ ജുമേറയിലുണ്ട്. അടിപൊളി റൈസാണ് അവരുടെ മട്ടനും. അതേപോലെ ഹദ്രീമി എന്ന് പറഞ്ഞ അവരുടെ ചിക്കൻ ഉണ്ട്, അതും എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഒരു സെലക്റ്റീവ് സ്ഥലങ്ങളാണ് എനിക്ക് കൂടുതലും. റൈദാൻ, ബൈത്തൽ മന്തി, പണ്ടോട്ടുള്ളൂ. ഒരു കാലഘട്ടത്ത് മർഹബ തന്നെയാണ്. മലയാളികള് സ്ഥിരം പോയി ഇരിക്കുന്ന സ്പോട്ടാണ് മർഹബ. പിന്നെ അത് ഒന്നിക്കല് കൺസിസ്റ്റൻസി കുറഞ്ഞു, അല്ലെങ്കിൽ ബെഞ്ച് മാർക്ക് കൂടി. ഇത്ര എനിക്ക് പറയാം. മനസ്സിലായില്ലേ? ബെഞ്ച് മാർക്ക് ആണ് ഇവിടെ പ്രസന്റ്ലി ഉള്ളത്. പിന്നെ നമുക്ക് മറ്റേ മവറൽ ജൂതൊക്കെ നല്ല ഈ കുക്കർ മധുകൂത്ത് അതെല്ലാം അവിടെ ഇല്ല. മറ്റേത് നല്ലേ. നമ്മൾ അന്ന് അവിടെ വർക്ക് അറബ് അടിപൊളിയാണ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചാണ്. അപ്പൊ ബെസ്റ്റ് മന്തി ചിക്കൻ മന്തി. പിന്നെ യവയാണ് പറഞ്ഞു ഞമ്മ കുറെ നാളായി മന്തി കഴിച്ചില്ല. ബെസ്റ്റ് ഈ SKP നമുക്ക് ചിക്കൻ മന്തി എന്ന് പറഞ്ഞാൽ മട്ടൻ. അപ്പൊ മന്തി ഹദ്രമൗത്ത് ഹദ്രമൗത്ത് എല്ലാവരുടെയും മദ്ഫൂൻ സദ്യ. ഒരു കാലഘട്ടത്തിൽ എന്റെ ഏറ്റവും ഞങ്ങളുടെ ഫാമിലി എപ്പോഴും പോയി ഇരിക്കുന്ന ഒരു സ്ഥലമാണ് മദ്ഫൂൻ സദ്യ. മദ്ഫൂൻ സദ്യ പക്ഷെ എല്ലാവർക്കും അറിയാം. പണ്ടത്തെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ മദ്ഫൂൻ സദ്യ അറിയാം. ശേഷം അതെവിടെയാ മദ്ഫൂൻ സദ്യ? ഇവിടെ ജുമേറയിലുണ്ട്. ജുമേറയില് മദ്ഫൂൻ സദ്യ ഉണ്ട്. അയ്യോ, പക്ഷെ ഞാനീ പറഞ്ഞ ബ്രാൻഡില് റൊമാൻസിയ അത് എന്താന്ന് എനിക്കറിയില്ല. റിവ്യൂസ് ആണോ? 14,000 റിവ്യൂസ് ഉണ്ട്. ഞാൻ കുറച്ച് റിവ്യൂസ് വായിച്ച്. പക്ഷെ റീസെന്റ് 1 month ago 2 months ago ഒക്കെ റിവ്യൂന് ഞാനും റിവ്യൂ കണ്ടിട്ട് വന്നാണെന്നുള്ള കമന്റ്സ് ആൾക്കാർ ഈ റിവ്യൂസ് കണ്ടിട്ട് വന്നാണ്, അതിന് മാത്രം ഒന്നും ഇല്ല എന്നുള്ള റീസെന്റ് 1 month ago ഉള്ള കമന്റ്സും ഉണ്ട്. അതാ പക്ഷെ 4.4 4.7 മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ കട എവിടെയെന്നറിയോ? എവിടെ? എവന്റെ ട്രീറ്റ് എവിടെയായിരുന്നു?
അത് ഗറൂദ. ആ വഴിയാണ്. ഗറൂദിന്റെ ഒരു മെയിൻ ഒരു ഹൈവേ പോലത്തെ ഒരു സ്ഥലമില്ലേ, നമ്മള് ലെഫ്റ്റിൽ കൂടെ പോയ സമയത്ത്. സെബാസ്റ്റ്യൻ അല്ല, അങ്ങനെ ഇറാനി കടയാണോ ഞാൻ പറഞ്ഞത്? മന്തിക്കട. അത് നമ്മൾ എപ്പോഴും ആ വഴി പാസ് ചെയ്യുമ്പോ ഞാൻ പറയും ഈ കട കയറണം ബ്രോ എന്ന് പറയുമ്പോ നിങ്ങള് പറയും അത് നല്ല കടയാണ്. നജ്ദ് മന്തി ആണോ അത്? നജ്ദ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വരാം ഗൈസ്. കട കിട്ടിയിരിക്കുകയാണ്. കടയുടെ പേരാണ് കസർ മന്തി. കസർ മാരിബ് മന്തി. അതായത് നമ്മൾ റാൻഡം ആയിട്ട് ഇങ്ങനെ ഒരു റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണുന്നു. ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോ സുബിൻ പറഞ്ഞു ഇത് സംഭവമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആരും ഈ കടയെ പറ്റി പറയണതോ കേട്ടതോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല. ഇല്ലേ? ഞാൻ എന്റെ ഒരു ഫ്രണ്ട് സ്റ്റോറി ഇട്ടതാണ്. ഇങ്ങനെ ചില ഫുഡീസ് ഉണ്ടല്ലോ, ബ്ലോഗർ അല്ല, ജസ്റ്റ് കാഷ്വലി വെറുതെ പോയി കഴിച്ചെന്ത് ഇഷ്ടപ്പെട്ട ഇടുന്ന. അങ്ങനെ ഞാൻ കണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ, അപ്പൊ നല്ലതെന്ന് പറഞ്ഞിടും. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട്. നമുക്ക് നമ്മളത് റിവ്യൂ കാണാം. മനി ഓക്കെ, ശരി ഗൈസ്. ഇതാണ് കട. ഈ കാറ് പോയ കാറിന്റെ ഒരു കാര്യം പോകാറേ. ഇതാണ് കടയുടെ പേര്. അപ്പൊ അങ്ങനെ നമ്മള് എത്തി ഗൈസ്. മറ്റവന്മാര് തുഴഞ്ഞ് എത്തണേ ഉള്ളൂ. അപ്പൊ എന്തിനാണെങ്കിലും അകത്ത് കയറി സീറ്റ് പിടിക്കട്ടെ. വാവ് മാൻ, വെരി നൈസ്. Insta360 ലൂണ അൾട്രാ. നിങ്ങൾക്ക് കിട്ടില്ല വ്ളോഗിങ് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കുക. ഇല്ലേ സുബിനെ? ഒരു സംശയമില്ല. ഐ എം വെരി ഹാപ്പി. ഞാൻ പല ആക്ഷൻ ക്യാമറാസ് യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ്. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ കേട്ടല്ലേ? അപ്പൊ നമ്മൾ നേരെ അകത്ത് കയറിയിട്ടേ എത്ര പെട്ടെന്ന് അകത്ത്. GoPro യൂസ് ചെയ്തതാണ്. Insta360 1ഉം 2 യൂസ് ചെയ്തതാണ്. അതിനുശേഷം DJI Osmo 6. പിന്നെയാണ് എല്ലാം ഇയാളെ പറഞ്ഞിട്ടാണ് മേടിച്ചത് എല്ലാം. This is worth it man. നമുക്ക് അകത്ത് കയറാം. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ പിന്നാമ്പുറം വഴിയാണ് കയറുന്നത്. ഫ്രണ്ടിൽ കൂടെ വരാൻ സമയമില്ലാത്തതുകൊണ്ട് പിന്നാമ്പുറം തുറന്നോ. ഇവിടെ എന്താ കിച്ചൺ. നൈസായിട്ട് നമ്മൾ കയറുകയാണ് ഗൈസ്. വെരി ബിഗ് കട. ഓക്കെ, നോട്ട് എ സ്മോൾ കട. ലോട്ട് ഓഫ് മജ്ലിസ് ഓൾസോ. ലോട്ട് ഓഫ് സോഫ ആൻഡ് മജ്ലിസ്. ബിഗ് പ്ലേസ്. കസറോ മജ്ലിസ് ഇരിക്കാൻ പറ്റും ഗൈസ്. ഇത് വേറെ ലെവൽ കേട്ടാ. അയ്യോ, വലിയ റൂം. കൊള്ളാം ഗൈസ്. വലിയ കട. വെരി ബിഗ് കട, വെരി സ്പേഷ്യസ്, വെരി വണ്ടർഫുൾ. എടേ ഇവിടെ കൊറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. എടേ അവിടെ ഇരുന്നത് മാത്രല്ല, ഇവിടെ ഫുള്ള് റൂം. പ്രിവസിക്കും ഫാമിലിക്ക് പറ്റിയ സ്ഥലം. അടിപൊളി സെറ്റപ്പ്. എടേ ഇങ്ങനെ ഒരു കടയുള്ള കാര്യം നമ്മളാരും അറിഞ്ഞത് പോലും ഇല്ല. നിങ്ങൾ മാത്രം ശ്രദ്ധിച്ചു. ഞാൻ വളരെ റാൻഡം ആയിട്ട് ഓക്കെ അടിച്ചൊരു കടയാണ്. അത് കണ്ടപ്പോ അത് ഒറ്റപ്പെട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മന്തി കട. ഏഷ്യയിലായിട്ടാണ്. അൽ ഗറൂദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കടയുള്ളത്. ഫാമിലിക്ക് പറ്റിയ സ്ഥലം. അലമ്പട്ട ഇതിന് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാം. മറ്റന്മാര് ഓണ്ടവയാണ് ഗൈസ്. സുബിൻ യഹാ കെ ബേട്ട് കർ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്ക് എന്താണെങ്കിലും വെയിറ്റ് ചെയ്യാം. ഗൈസ്, യാസർ ഇസ് ഹിയർ. നൊമാഡിയൻ കൈ വരാതെ പോയി. വണ്ടി ഉടമയാണ് ഗൈസ്, വണ്ടി ഉടമ. സിംപ്ലിസിറ്റി ഉണ്ടോ? ആസിഫ് അലി കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി നൊമാഡിയനാണ്. ഭയങ്കര സിമ്പിൾ ആയില്ലേ ടീഷർട്ട്? സിമ്പിള് പട്ടിണിയാ. അതിനുണ്ട് കാറ് മൈലാളി. ഉറങ്ങി ഇപ്പൊ എണീച്ചുള്ള. അല്ല, എന്താ ഈ കളർ ഡിസൈഡ് ചെയ്തോ? ആ സെയിം കളറാ അവന്റെ സെയിം കളർ. ഞാൻ പറയേ ഫുൾ ബിസിയോട് ബിസി ഗൈസ്. സമയമില്ല കണ്ടാ. 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞത് ഒരു രക്ഷയില്ല. നമ്പറുള്ളൂ അത് കളക്കി. അത് നീ ചോദിച്ചു വാങ്ങിച്ചാണ്. അവന്റെ നാട്ടിലിത് 5060 അല്ലേ, ഇവിടെ 5160. അത് കളക്കി ഗൈസ്. യാസർ വന്നു. യാസർ എത്ര നാളായി എല്ലാം വന്നിട്ട്? കുറെ നാളായി. അന്ന് മറ്റേ വന്നിട്ട് കുറച്ച് നാളായി. യാസർ എന്തുണ്ട് വിശേഷം? പുതിയ ഷോറൂം എവിടെയൊക്കെ? ഇതൊക്കെ എപ്പോ വരും? 3-4 ദിവസം എടുക്കും.
ഫുഡ് ബ്ലോഗർ, നിലപാടിന്റെ ഫുഡ് ബ്ലോഗർ ഈ ഇടയ്ക്ക് ചെയ്ത ഒരു 1 million വ്യൂ വീഡിയോ. ഇതില്ലടാ ഞാനേ പറഞ്ഞു. ഇത് ഞാൻ ഇന്നലെ കുറെ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ മര്യാദക്ക് കോണ്ടന്റ് ചെയ്യുന്നതാണ് അവിടെ പോയിട്ട്. ഇവര് തന്നെയല്ലേ കറാമി ഞാൻ പോയി ചെയ്തത് ഓർമ്മയില്ലേ? അന്ന് മറ്റവനുള്ളതുകൊണ്ട് അവരെ കൊണ്ട് പറഞ്ഞില്ല. അന്ന് പ്രൈസ് പറഞ്ഞില്ല. ഇത് ഓക്കെ വേറെ സാധനമുണ്ട്. നിന്നെ ഞാൻ കൊടയായിരിക്കും. നീ പോയില്ലേ അവന്റെ പാല് അജിന്, വീട്ടിന്റെ പാല് അജിന്. സോ ഗൈസ്, ഞാൻ എന്നുള്ളത് നമ്മൾ റീസെന്റ് പർച്ചേസ് ചെയ്ത നമ്മുടെ കുഞ്ഞു വില്ലയുടെ ഹോം ടൂർ കാണിക്കാനാണ്. അപ്പോൾ ഈ വില്ലയുടെ ഒരു മെയിൻ അട്രാക്റ്റീവ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂം ആണ്. മജ്ലിസിൽ പോകുന്നത് മന്തി കഴിക്കാനാണ്. ഇവിടെ എന്റെ മജ്ലിസിൽ ഫ്രണ്ട്സ് ആയിട്ട് സൊറ പറയാനാണ്. എന്തുണ്ട് സ്റ്റെപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി. വീടിന്റെ പാല് അജിന് പോയില്ലേ? വലിയ വീട്, എയർ ജോർഡന്റെ ഫോട്ടോ. അത് നമുക്ക് അതിലോട്ട് സ്വന്തമായി ആ തലയൊന്ന് മാറ്റി ആ മോന്ത എന്ന് കാണട്ടെ. നിലപാടുകളല്ല, ആഡംബരമില്ല. നമ്മൾ എന്നാ കൊണ്ടുപോണ ഹോം ടൂറിന്? 3 ബെഡ്റൂമുള്ള വില്ല വാങ്ങി. രണ്ടും വിറ്റാ. ഒരാള് വീട് വാങ്ങിച്ച് തള്ളി, ഒരാള് മട്ടൻ സൂപ്പ്. മട്ടൻ റിച്ച് നല്ല സൂപ്പർ മട്ടൺ സൂപ്പ്. എന്തൊരു ടേസ്റ്റ്. ഞാൻ യൂഷ്വലി ഇതിങ്ങനെ കുടിക്കാറില്ല. വലിയ പൊറോട്ടയും. ഇതെന്താ? ഇത് ലഹസ യമനി ബ്രെഡ്. താങ്ക് യു ബ്രോ. ഞാൻ ലാസ്റ്റ് നല്ലൊരു ലഹസ കഴിച്ചത്. രഹസ്യോ? ലഹസ ഇത് എഗ്ഗാണ്. എഗ്ഗും ചീസും. നല്ലൊരു മലാ ബ്രെഡും ലഹസ്യം കഴിക്കാം. ഇതല്ലടാ ഇപ്പൊ പരിപാടി. ഇന്നും കഴിക്കെല്ലാരും വാ. എനിക്ക് മുട്ട കഴിച്ചുകൂടാ. ഓ അതെന്തേ? മുട്ട മാത്രമേ കഴിക്കാവൂ. ഭയങ്കര രക്ഷയില്ലാതെ ചൂടാ. കറി വെച്ചാ മുട്ട. എഗ് മുട്ട വറുത്തിട്ട് അതിന്റെ മുകളിൽ ക്രീം ചീസ് ഇടുന്നു. ഓ എനിക്ക് രണ്ടും കഴിച്ചുകൂടാ. നമുക്ക് റൊട്ടിയും സൂപ്പും ആ കിടിലം ബ്രെഡ് കേട്ടാ. സൂപ്പർ ബ്രെഡ്. ഏതാ സൂപ്പർ. മറ്റേ ഞാൻ വീട്ടിലുണ്ടായിരുന്നത് ബുർജിയാണോ? വെരി ഗുഡ്. ക്രീം ചീസ്. അതെ. സാറ്റിസ്ഫൈഡ് അല്ലേ സുബിനോളജി? അല്ല, ഇതിനെക്കാളും നല്ലത് കഴിച്ചോണ്ടുള്ള പ്രശ്നം. അതാണ് കഴിച്ചത്. ഖത്തറിലുണ്ടോ? അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ പഠിച്ചത് തന്നെ അവിടെ കഴിച്ചിട്ട്. എനിക്ക് തോന്നുന്നു പുള്ളി മറ്റേ ഇപ്പോഴും ആ ചിന്തയില 4.99 ചെയ്യണ്ടേ. എന്നിട്ട് ചവച്ചുണ്ട് 2-3 നമ്മളെ കട്ടാക്കിയതാ. ഓ വലിയ ഉപകാരം. മൊത്തത്തിൽ കട്ട്. 2-3 ഷോട്ട് ഉണ്ടായതാ ഞാൻ കണ്ടിട്ട്. അടുത്ത സാധനം വന്നു ഗൈസ്. മെയിൻ സാധനം വന്നു ഗൈസ്. ആ സമ്മതിക്കണ്ടാ ഈ ചെയ്യുന്ന ആൾക്കാരൊക്കെ. മക്ഫൂൺ ചിക്കൻ. ആ ചിക്കന്റെ ലെഗിനാ മുക്കിയത്. ആ തൊലിക്കെട്ടി ആർക്കും ഇല്ല. ഇതാണ് മട്ടൻ. ഇതാണ് മട്ടൻ മഹമ്മൂദ്. മുഹമ്മദ് ഓ യാ മോനെ. പെപ്സി.
ഡയറ്റ് പെപ്സി ഓ കാൽവോമീറ്റർ. നല്ല ചൂടാണ് കേട്ടാ. അടുപ്പിൽ നിന്ന് എടുത്തോണ്ട് വന്നതേ ഉള്ളൂ. മേടിനാന്നൊരു പുത്തേത ഒത്തിരിയാ എടുത്തെടുത്തോ എടാ വലി എന്നാലും വരും. എടാ ഇത് വലിയടാ. അവന് ഐസായിട്ട് മീറ്റ് എടുക്കണ്ട. ഓ നല്ല ചൂട് കേട്ടാ. ഇത് ഇന്ത്യനാണ്, ഇതാ ഇത് ലോക്കൽ. ഓ ഇതാണ് ലോക്കൽ. ഓ ലോക്കൽ നല്ല മോനെ. ലോക്കൽ ഒരു രക്ഷയില്ല. ഒരു മട്ടന്റെ ടേസ്റ്റ് അല്ലേ? നല്ലൊരു മട്ടൻ ടേസ്റ്റ്. ചോറും കറിയും കാണും. എന്താണ് മട്ടൻ കറി? ഇത് ഇവിടെ അറബികളെ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ആണ്. ഇത് ഷാങ്കല്ലേ? അറിയോ പൊട്ടാറ്റോ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു നാടൻ കറി പോലെ ഉണ്ടല്ലേ? അവനറിയാടാ എടുക്കാൻ. സൂപ്പർ. ഉപ്പ് പറഞ്ഞു. ഉപ്പ് പറഞ്ഞു. നമ്മുടെ ഫ്ലേവർ ഉണ്ട് അറിയാൻ പറ്റും. എന്തോ ഒരു രാഫ്രോഡി എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ കറി എങ്ങനെയുണ്ടായിരുന്നില്ല ഫുഡ്? നമ്മള് ഇത്ര നാളും പോയതില് അത്ര അടിപൊളി എന്ന് പറയാൻ പറ്റത്തില്ല. നോർമൽ സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേതൊക്കെ ഇഷ്ടപ്പെട്ടു. നീ അത് നമ്മള് മറ്റേ കൗത്തി അടിച്ച അതൊക്കെ അടിപൊളിയല്ലായിരുന്നു. അതുപോലെ നമ്മ ഇടയ്ക്കാറ് മുഖം എന്തോ ചെങ്കർ തിളക്കോടെ ഞാൻ പറഞ്ഞ SPF വെച്ചിട്ടുണ്ടാ. പറഞ്ഞ എന്തോ സമ്മർദ്ദം പേര് ബ്രാൻഡ് പറഞ്ഞ നല്ല രസമുണ്ട് മുഖം കാണാൻ. മറ്റേ സാധനം സൺസ്ക്രീൻ. ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു ടാൻഡ് ഇടയ്ക്കാർക്ക് 40 വയസ്സിലുള്ള ആ ഒരു പ്രായത്തിൽ ചർമ്മം നോക്കാൻ. ഗൈസ് ഇവിടുത്തെ ഫുഡ് ആ കറി പോലെ ഇരുന്ന സാധനം അടിപൊളി കേട്ടാ. മറ്റേ ഹനീത്തും മറ്റേതൊക്കെ നോർമൽ ആണെന്നേ ഉള്ളൂ. ആ കറി പോലെ വന്ന സാധനം അതിന്റെ പേരെന്തോന്നു അതെന്ന് എനിക്കറിയാം. അത് സൂപ്പറായിരുന്നു. അതേപോലെ വേറൊരു കറിയുള്ള ഒരു സാധനമുണ്ട് മട്ടന്റെ. ഒരു പക്ഷെ അടിപൊളിയായിരുന്നു. അത് ലോക്കൽ മട്ടനാണ്. ഇവിടുത്തെ ലോക്കലി ഉണ്ടാക്കുന്ന അല്ല വളർത്തിയ മട്ടനാണ് ആ സാധനം. മറ്റേതൊക്കെ ഹനീത്തൊക്കെ ഇന്ത്യൻ മട്ടനാണ്. അത് സൂപ്പറായിരുന്നു. പിന്നെ ഈ ബൊറോട്ടയും നല്ലതായിരുന്നു. കിടില. ഗൈസ് അങ്ങനെ നമുക്ക് സുബിനോളജി പെർഫ്യൂം തരികയാണ് ഗൈസ്. ഓ വൺ പാക്കിംഗ് ആണോ? പാക്കേജിംഗ് ഒന്ന് കാണിച്ചടാ. അസ്മാറിയ. ഓ ഇത് കിട്ടില്ല. ഗൈസ് ഇത് അൽ ഹാജീസി കിട്ടും കേട്ടോ. അൽ ഹാജീസ് ഓൺലൈനിലുണ്ട്. ഓൺലൈനിലുണ്ട് അവൈലബിൾ ആണ്. ഏതാ? അത് അൽ ഹാജീസ് തന്നെ. അൽ ഹാജീസിന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ലെവന്റെ സാധനം. ഇത് ഊത് ഫ്ലേവർ അല്ലേ? മറ്റേ ഫ്രഷ് ഫ്രഷ് വയലൻസുമാനിയും ഫ്രഷ് ലേഡീസ്. ഇതിലും പെട്ടിയാണല്ലോ. അൺബോക്സിംഗ് ഡൂഡ്. നല്ല ബോട്ടില്. ഫ്രേഗ്രൻസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോട്ടിലിന്റെ ക്യാപ്പിന്റെ ക്വാളിറ്റിയിൽ പോയേ അത് ഞാൻ റേറ്റിംഗ് ആണ് 10 ക്യാപ്പിന്റെ ക്വാളിറ്റി പോരാ. ഒരു പ്രീമിയം പറയുന്നത് കോപ്പി അടിച്ചിട്ടാ. റോസ് ഊത്. റോസിന്റെ ഫ്ലേവർ ഇല്ല. റോസ് അല്ല, ഇത് ചെറിയൊരു ആപ്പിൾ ലെമൺ സാധനമൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്താടാ എടാ ഇതിനകത്ത് ലീക്ക് ആവുന്നുണ്ട്. എടാ നീ ഹ്യൂമിഡിറ്റി ആടെ പുറത്തുള്ളത്. പോട്ടെ നമ്മുടെ കൂട്ടുകാരന്റെ അല്ലേ ഹ്യൂമിഡിറ്റി എന്നൊക്കെ പറഞ്ഞ നമ്മളെ പറ്റിച്ച്. ഒരു സിനിമണി സിനിമണി അല്ല ജാൻമണി പാടാ. നല്ല വുഡി ഊതാണ്. നല്ല 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 ഭയങ്കര പ്രീമിയം സ്മെല്ലാണ്. വിശ്വസിക്കൂ. കണ്ടിട്ട് കൊള്ളാൻ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷെ ക്യാപ്പ് പോരാ. ക്യാപ്പ് ശ്രദ്ധിച്ചോണം. ക്യാപ്പ് ഒരു ക്വാളിറ്റി ഇല്ല. കാപ്പിനെ വട്ടം പോരല്ലേ? നീ പറഞ്ഞില്ല അത് ആണോ ബ്രോ? കളക്ഷനാ. അടാ ഞാനിവിടെ എന്നെ അങ്ങോട്ട് പൊട്ടിക്കട്ടെ. വെയിറ്റ് എന്തായാലും ഇത്ര നീ മറ്റേ പൊട്ടിയത് അസ്മാരി പൊട്ടിക്ക്. അസ്മാരിയാണ് ഫ്രഷ്. അവസ്മാരം വരുവാടെ. അസ്മാണി
English review. Why not? So today I'm gonna Yeah. review something about perfume and yeah. this perfume. Actually doesn't know about perfume. This guy is very. But this No idea about food and perfume. perfume is Shoes also. this perfume is produced by my friend Subinology. Subinology അടിപൊളിയാ. Subinology and this This is our കൂട്ടത്തിലെ one and only AJP. and one more thing, this as usual the red color മാറിയിട്ട് കുറച്ച് കളർ അതും ബി പിടിക്കണേ. പക്ഷേ അവൻ ബി പഠിക്കില്ല. ഇത് എന്റെ മാത്രം ബി പഠിച്ചാൽ മതിയടാ. അതല്ല, ഞാൻ പെർഫ്യൂം എസ്തെറ്റിക് ആണ്. ഓയിൽ കണ്ടന്റ് ഈസ് വെരി നൈസ് ആൻഡ് പെർഫെക്റ്റ്ലി ബ്ലെൻഡ് വിത്ത് ദ വാട്ടർ. ഓക്കെ. പച്ചവെള്ളം അയ്യാ, ആറ്റോമൈസർ പോലൂല്ലേ? ആറ്റോമൈസർ അനിയ ഇതിനകത്ത് സാധനം ഇല്ലളിയാ. വന്നു. പറ്റിയത് ആറ്റോമൈസർ പോരാ. എടാ എന്നെ അടിക്കാല്ലടാ പറഞ്ഞത്. ഇത് നല്ല മണം. ഇത് ഫ്രഷ് വേണം, നല്ല ലെമൺ. പറഞ്ഞല്ലോ. ഓ മാൻ, ദിസ് ഇസ് മൈ ഓ ഇത് നല്ല മണം. ഇമാജിനേഷന്റെ ഒക്കെ ഒരു വേറൊരു സാധനം. ഓ ഇമാജിനേഷൻ ഇങ്ങനെയാ? കുളിച്ചൊരു നല്ല മണം. ഓ ഇത് ലാസ്റ്റ് ഇത് ചെയ്താ മോനെ, ഇത് ഞാൻ ഇതിന്റെ അഡിക്ഷൻ ആവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേണം, നല്ല കമ്പിളി ഇറങ്ങാതെ വേണം. കമ്പിളി ഇത് പണ്ട് പേർഷ്യന്ന് ഗൾഫുകാർ വരുമ്പോഴാണ്. ഓ ഇത് സീൻ വേണേ. അല്ല ഇതൊക്കെ അടിച്ചോ, ഇത്ര അടിച്ചോണ്ടല്ലോ. ഇനി ഞാൻ വീട്ടിൽ നിന്ന് പറയാം. എടാ നീ അടിച്ചൊക്കെ പുറത്ത് കാറ്റിലേക്കാ പോയിരിക്കുന്നത്. എന്താണ് കാണിക്കുന്നത്? ഇതെല്ലാം പുറത്താണോ നീ വണ്ടിന്റെ അവിടെ നിന്നെങ്കിലും അടിക്കുന്നത്? നീ തുറന്നു അതിന് അടിക്കും. നീയല്ലേ അവനെ കൊണ്ടുപോണ? നല്ല മണം. അല്ലൻസാരി എക്സ്ചേഞ്ച് ഇൻസ്പയർഡ് ഫ്രഷൻ. അംസാരി അഭിനിയപ്പം ഇപ്പൊ ബർഗർ. ഓ ഇത് ഞാനേ ഇല്ലേ ഫൗണ്ടേഴ്സ് പോയി ട്രൈ ചെയ്ത്. ബുധനാഴ്ച ഫ്രീ, വ്യാഴാഴ്ച ബുധനാഴ്ച ഫ്രീ ആണ്. നീ പിന്നെ ലെവൻ ഗ്രീൻ പോയിട്ട് ഞാൻ ട്രൈ ചെയ്തു. ഒന്നും പോണ്ട ആവശ്യമില്ല കേട്ടാ, എല്ലാം ഒരു ഓക്കെ സാധനം മാത്രം. ഞാൻ മറ്റേ ടൈമൊക്കെ ട്രൈ ചെയ്തു. ഞാന് പിന്നെ ഇത് നല്ല മിസ്റ്റർ സ്മാഷ് 3 ഫിൽസ് പോയാലോ? 3 ഫിൽസ് ത്രീ സൂഷി അടിക്കാം. അവിടെ സൂഷിയാ, ബർഗറും ഉണ്ട് അവിടെ. ബർഗറുണ്ട്, സൂഷിയോ. 3 ഫിൽസ്. അത് ന്യൂയോർക്കിലെ ന്യൂയോർക്ക് ഡൽഹി. ന്യൂയോർക്ക് ഡൽഹി അല്ലടാ, മറ്റത് പോവാം. ന്യൂ ഡൽഹി ഒരു പുതിയൊരു ബർഗർ ഷോപ്പ്. ഡൽഹി. അല്ല സ്മാഷോ അവിടെയും പോണം. ഡോക്ടർ സ്മാഷാ. ഫ്ലിപ്പോ ഫ്ലിപ്പ് ഫ്ലിപ്പ് ഞാൻ കഴിച്ചു. ആണോ? ഓക്കെ. അത് ത്രീ ബ്രോസ് ഒന്നും എന്റെ അടുത്ത് ആരും എത്താൻ പോണില്ല. ത്രീ ബ്രോസ് 3 ബ്രോസ് പോരാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാനും കണ്ടായിരുന്നു. നിങ്ങൾ ഉണ്ടായിരുന്നത്? 3 ബ്രോസ് പോരാ, വേറെ ഏതൊരു കൂറ കടയിൽ പോയിട്ട് കൂപ്പറാണ്. 100 ദിർഹംസിന് വറുത്തല്ല ഒരിക്കൽ. പക്ഷെ ആയിക്കോട്ടെ, ആണ് അത് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് എക്സ്പെൻസീവ്. ഇംഗ്ലീഷ് അറിയാം. മലയാളി നമുക്ക് അയച്ചു കൊടുത്തിരുന്നു. 3 ബ്രോസ് പോരാ. നിനക്ക് അങ്ങനെ തോന്നി? ഒരു പെണ്ണ് പറഞ്ഞിട്ടില്ലേ, ഒരു വ്ളോഗറിന്റെ ഇത് കണ്ടിട്ട് പോയതാണ്, സാധനം കൊള്ളില്ല, വെറുത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ 75 രൂപയുടെ നല്ലൊരു ബർഗർ ഉണ്ട്. അത് സൂപ്പറാണ്. അതൊന്ന് പോയി കഴിച്ചാലാ? അതൊരു കാട്ടവര. അതിന് ഏതാ ബ്രാൻഡ് പറ. ലെവൻ ഗ്രീൻ ഫൗണ്ടേഴ്സ്. എടാ എന്തായിരുന്നു? ആ ബർഗർ കണ്ടു കഴിഞ്ഞാ മറ്റേ നമ്മള് ആണോ? പിന്നെ അല്ല ആ ബ്രാൻഡ് നമുക്ക് പോയി കഴിച്ചാലാ? ഭയങ്കര കിടിലോ? 3 ബ്രോസിനെ വെല്ലുന്ന അണ്ണ 3 ബ്രോസിനെ വെല്ലണ ബർഗർ എന്നാ പറഞ്ഞേക്കുന്നത്. മാക്സി ഡൗൺ ടൗണില് ഞാൻ കേട്ടിട്ടുണ്ട്. മാക്സി നൈസാണ്. ഇനി 3 ബ്രോസിനെ കാട്ടിലും കിടിലാണ്. ബ്രോസ് ഒരിക്കലും ബർഗറിന്റെ ആ ഉള്ളിലത്തെ ഫില്ലിംഗ് കൊണ്ടല്ല, ആ ക്വാളിറ്റി, മീറ്റ്, കുക്കിംഗ് ടൈം എല്ലാം, അപ്പൊ ബണ്ണിന്റെ പ്രൊമോഷൻ എല്ലാം ഒരു അതിന് അത് അവിടെ ഫ്രഷ് ആയിട്ട് കഴിക്കണം. അത് വരുന്ന സമയത്ത് ഇത് ടേക്ക് അവേ എടുത്തത്. അതൊക്കെ ആൾക്കാര് പലതും ഉണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യും, ഞാൻ അടക്കമുള്ള ചെയ്യുന്നത്. ശരിക്ക് 3 ബ്രോസിൽ പോകുന്നത് അവിടുത്തെ ഡൈനിങ് എക്സ്പീരിയൻസ് ചെയ്യാം. ഡൈനിങ് എക്സ്പീരിയൻസ് മാത്രമല്ല, അതിനേക്കാളും നല്ല ബർഗർ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഫുഡ് ഫയർ. ഗുഡ് ഫയർ. എനിക്ക് ഗുഡ് ഫയറിനേക്കാൾ ഇഷ്ടമായത് 3. എനിക്ക് 3 ബ്രോസ് ആണ്. കാരണം നമുക്ക് വേണ്ടി ആ ടൈമിൽ ഉണ്ടാക്കുന്ന ബർഗർ അതെ, വേറെ ആർക്കും ഉണ്ടാക്കി കൊടുക്കില്ല. അല്ല, എനിക്ക് അവര് ചെയ്ത ആ ഒരു കുക്കിംഗ് മെത്തേഡ് ഓഫ് ദാറ്റ് മീറ്റ്, അതിന്റെ വേറൊരു proportion കസ്റ്റമർ of വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ flame, പറ്റുന്നില്ല. heat. അവിടെ അതെനിക്ക് ഭയങ്കര അവർക്ക് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ആ ടൈം പ്രിസൈസ് കറക്റ്റാ. 2 വട്ടം പോയി കൺസിസ്റ്റൻസി ദ സെയിം. അടിപൊളിയാ, കൺസിസ്റ്റന്റ് ആണ്, ഭയങ്കര കൺസിസ്റ്റന്റ് ആണ്. ആ ഉള്ളിൽ കറക്റ്റ് മീഡിയം റയർ ആയിട്ട്, ഒരു സൈഡ് നല്ല ക്രസ്റ്റ്, ഒരു സൈഡ് നല്ല സോഫ്റ്റ്. മീഡിയം വെല്ലാണ് തോന്നുന്നു. വേണമെങ്കിൽ നമുക്ക് ഈ കടയിൽ പോവാം. എനിക്ക് തോന്നുന്നു 3 ബ്രോസിനെ വെല്ലുന്ന ബർഗർ. ഞാൻ അത് വിചാരിക്കുന്നത് ഈ 3 ബ്രോസുകാർക്ക് ഒരാൾക്ക് എത്ര ടൈം ബുക്ക് ചെയ്യാൻ പറ്റും? 2 മണിക്കൂറാണ്. ആകെ 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു നിശ്ചിത അവിടെ ആളുണ്ട്, അവര് അങ്ങനെ വന്നാ മതി. അവർക്ക് അങ്ങനെ ഇതൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. ഓക്കെ ബൈഡാ. ബുധനാഴ്ചയല്ലേ? ബുധനാഴ്ച കാണാം. ഗൈസ്, പെർഫ്യൂം ഒരു രക്ഷയില്ലാത്ത മണം, അടിപൊളി, സൂപ്പർ, ഫെന്റാബുലസ്. ബൈ ബൈ. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മൾ കണ്ടിരിക്കുകയാണ്. സോ അതാണ് അൽഷസാം. ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. സുബിനോളജി, SKP,
ആൻഡ് മീ. ബൈ ബൈ. ഗൈസ്, നൊമാഡിയന് അങ്ങനെ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. ഓ, ഇവർക്ക് ഇങ്ങനെയൊക്കെ ചിരിക്കാം, നമുക്ക് ചിരിച്ചു. ഗൈസ്, അങ്ങനെ ലൈസൻസ് കിട്ടിയിരിക്കുന്ന ലൈസൻസ് സെറ്റ്. ഇനി കളികൾ മാറും. നമ്മുടെ അൽഹാജീസ് പെർഫ്യൂമിന്റെ സിനോയർ കളക്ഷൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ഒരു ചെറിയൊരു അംബാസിഡർ ആണ് അതിന്റെ. അതിന്റെ ഭാഗമായിട്ട് നല്ല അടിപൊളി ഫ്രേഗ്രൻസ് ആണ്. ഒരു വർഷമായിട്ട് അവര് തപ്പിക്കൊണ്ടിരിക്കുന്ന ഫ്രേഗ്രൻസ് ആണ്. ഒരു പ്രീമിയം അഫോർഡബിൾ. അത് വാ തുറന്നാ മതി. യൂസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ റെഗുലർലി യൂസ് ചെയ്യുന്ന സാധനം. ഐ തിങ്ക് ഇവൻ യു വിൽ ലവ് ഇറ്റ്. നൈസ്. ഇത് ഡെയിലി വ്ലോഗ് ഇടാൻ തുടങ്ങി. മറ്റേത് എപ്പം വന്നാലും കുഴപ്പമില്ല, ഇത് ഡെയിലി ഇടാൻ നോക്കും. കമന്റ് ആണല്ലേ നിങ്ങള്? ഞാൻ നോക്കാറില്ല. ഞാൻ വീഡിയോ ഫുള്ള് കണ്ടിട്ടില്ലെങ്കിൽ കമന്റ് ആണല്ലേ ഇത് വായിക്കും. കമന്റ് ഒത്തുവരുന്ന വായിക്കും. കമന്റ് ഭയങ്കര രസമാണ്. ആർക്കും റിപ്ലൈ ലൈക്കൊന്നുമില്ല. എല്ലാം നിനക്കേ ഫാൻ ബേസ് ഉള്ളൂ, മാറ്റാറില്ല. നൊമാഡി വെറും തൊല്ലിയാണെന്നൊക്കെ ഞാൻ കാണാറുണ്ട്. 10-1. നൊമാഡി വന്ന് എൻട്രി ചെയ്ത് മിനിറ്റ് വരെ മെൻഷൻ ചെയ്യും. 17.1 മുതൽ വീഡിയോ കസറി നൊമാഡിയൻ വന്നതിന് ശേഷം. അയ്യാ, എഡിറ്റൊരു കാര്യം എനിക്ക് എഡിറ്റർ മെസ്സേജ്, ബ്രോ വണ്ടിയൊക്കെ എടുത്തില്ലേ, എനിക്കെന്താ തരുന്നത്, എനിക്കെന്താ ഗിഫ്റ്റ് ഉള്ള. ഞാൻ പറഞ്ഞ അടുത്ത വ്ളോഗിൽ പറയാതെ പറഞ്ഞു. എന്നിട്ട് ബ്രോ എന്റെ ഇപ്പോഴത്തെ കട്ടുപരിപാടി എങ്ങനെയുണ്ട്, ഞാൻ സിമ്പിൾ ആക്കിട്ടോ, അവന് ഡെയിലി കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തന്തേ കൂടെ അല്ല ഇപ്പൊ ഇഷ്ടപ്പെട്ടെന്ന് വരും. ഇത് എഡിറ്റ് ചെയ്യുന്ന നിതിൻ ഇവനെ ഒരു സ്റ്റോറി ഇവന്റെ കോമഡി ഉണ്ട്. ഇതേ പറഞ്ഞാ രാത്രി വരയ്ക്കും പാതിരാക്കി. ഞാൻ 2-3 മണി ഉറങ്ങാൻ 2:30 ഇവന്റെ സ്റ്റോറി, മറ്റേ മിസ്റ്റർ ബീസ്റ്റിന്റെ സ്റ്റോറി ഇവൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടത്. അതായത് ഓൻ ഒന്നിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റ് കൊണ്ട് സ്റ്റോക്ക് വാനിഷ് ആവും. എല്ലാവരും ഡൗൺലോഡ് അടിച്ചിട്ട് വാങ്ങിച്ചോ, $3,500 ബോണസ് ആണ്. ഞാനപ്പോ ഇവ സ്റ്റോറി ഇട്ടില്ലേ കേറി. ഇവർ 2 മിനിറ്റ് ഇവർക്ക് കിട്ടിയത് ഇവ സ്റ്റോറി ഇട്ട്. ഞാനെന്നിട്ട് കേരി എന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത്, ബാങ്ക് അക്കൗണ്ടിലും കൊടുത്ത്, നാട്ടിലത്തെ ഒരു ഡമ്മി അക്കൗണ്ട് കൊടുത്ത, ഇവിടുത്തെ കൊടുത്തിട്ടില്ല, എല്ലാം കൊടുത്ത് ലാസ്റ്റ് ഇവർക്ക് പിറ്റേന്ന് മെസ്സേജ്, ബ്രോ കിട്ടിയോ? അയ്യോ അതിലൊന്നും പറയല്ലേ, എന്റെ അക്കൗണ്ട് ഹാക്ക് ആക്കിയതാരോ. മിസ്റ്റർ ബീസ്റ്റ് കൂടെയാണേ ഇവരിട്ട് വന്നിട്ട് ഇവന്റെ അക്കൗണ്ട് ആരും ഹാക്ക് ആക്കിയത്. അമ്മ ഇത്രയും ബുദ്ധിയുള്ള ആൾക്കാരെ എങ്ങനെ പറ്റിക്കുന്നത്? നിനക്ക് വയ്യടാ, നാട്ടിലെ ഡമ്മി അക്കൗണ്ട് ഉണ്ട്, അവന്റെ SB അക്കൗണ്ട് പൂട്ടി. ഞാൻ ഉപയോഗിക്കില്ല. കാശ് വരുമോ? പണ്ടാ മാലക്കെട്ട് വരും. SB അക്കൗണ്ട് ഇല്ലെന്ന്. പക്ഷെ പോയാലും കുഴപ്പമില്ല. എന്തായാലും കുഴപ്പമില്ല, പോയില്ല. അത് രാത്രി 3 മണിക്ക് ഇരുന്ന് കൊടുത്ത് അത് ഗെയിം കളിക്കുന്ന വെബ്സൈറ്റാ. കഷ്ടപ്പെട്ട് ഗെയിമെല്ലാം കളിച്ചാക്കി രാത്രി ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തതാ. ഇനി പൈസ സംഭവമല്ലോ. $3,500 ഓക്കെ, ഇതാണ് പ്രോസസിംഗ് ആണ്. പക്ഷെ ഇത് അക്കൗണ്ട് വെരിഫൈ ആയെങ്കിൽ ഒരു $500 ആദ്യം എനിക്ക് കിട്ടിയത്. എന്തായാലും പൈസ പോയാനെ എല്ലാം പോയതെങ്കിൽ സംശയമുണ്ട്. കടം മേടിച്ചായിരുന്നു. ആ വീഡിയോ ഒന്ന് കട്ടേ, സത്യം പറ. ഹൗ മച്ച് ഇസ് കമ്മിങ്? പോയിട്ടില്ല. പാവല്ലോടാ. പക്ഷെ ഇവന്റെ നല്ല രസം വർത്താനായിട്ട്. ഉമറല്ലേ ഇവനല്ലേ നിതിനല്ലേ? മര്യാദക്ക് വീഡിയോ ഇട്ടതാണ്.